ഭർത്താവിന് രാവിലെ ഓഫീസിൽ പോവണം, ഭാര്യക്ക് സ്കൂളിലേക്കും, കുട്ടികൾക്കാണെങ്കിൽ കാലത്തെ ഇറങ്ങണം ട്യൂഷന്. ഭർത്താവ് പത്രത്തോടും ഭാര്യ പാചകത്തോടും ഗുസ്തി ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ജോലിസ്ഥലത്തേക്ക് പോവേണ്ട സമയമായി. അച്ഛനും അമ്മക്കുമുള്ള ഭക്ഷണം ഡൈനിങ് ടേബിളിൽ അടച്ചുവെച്ച് വീട് പൂട്ടി അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി വൈകുന്നേരം അവർ വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ ആ വീട്ടിൽ പ്രായമായ 2 മനുഷ്യജീവികൾ മാത്രം. അച്ഛന് തളർവാദം, അമ്മക്ക് മുട്ടുവേദന, കണ്ണും അത്ര പോരാ. അടുത്ത ബന്ധുക്കളോ അടുപ്പമുള്ള അയൽക്കാരോ ഇല്ല. ഫ്ളാറ്റിന്റെ ചതുരപ്പെട്ടിയിലായതുകൊണ്ട് വിളിച്ചു കൂവിയാലും ആരും വരാനുമില്ല. പേരിനൊരു ഫോണുണ്ടെങ്കിലും വിളിക്കണമെങ്കിലും വിളി കേൾക്കണമെങ്കിലും അടുത്ത് വേറെ ആരെങ്കിലും വേണമെന്ന് മാത്രം. കേരളത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു നേർചിത്രമാണിത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള പരാജയങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട്. ഈ ദുരവസ്ഥക്കുള്ള കാരണങ്ങൾ പലതുമാവാം. ഭാര്യക്കും ഭർത്താവിനോടൊപ്പം ജോലിക്ക് പോകാതിരിക്കാൻ വയ്യ. രണ്ടാളും ജോലിക്ക് പോയിട്ട് തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പെടാപ്പാട് അവർക്ക് മാത്രമല്ല, നമുക്കും നന്നായി മനസ്സിലാവും. വ്യാവസായിക വിപ്ലവം മുതൽ ആണുകുടുംബ വ്യവസ്ഥ വരെ, പോരെങ്കിൽ ആഗോളവൽക്കരണം, വർദ്ധിക്കുന്ന ആയുർദൈർഘ്യം, കുടുംബ ബന്ധങ്ങളിലെ മൂല്യച്യുതി എന്നീ വമ്പന്മാരെയൊക്കെ ഇതിന്റെ കാരണങ്ങളായി വേണമെങ്കിൽ നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്താം. അതുകൊണ്ട് എന്തുണ്ട് കാര്യം? പുഴ തിരിച്ച് മലയിലേക്ക് ഒഴുകാത്തതുപോലെ ഇനി നമുക്ക് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയുമോ? കയറിട്ട് വലിച്ചാൽ പോലും പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ നമുക്ക് തിരിച്ചു കിട്ടുമോ? കാലത്തിന് പിറകെ പോയവരോ കാലത്തിനൊപ്പം നടന്നവരോ അല്ല മനുഷ്യ ചരിത്രത്തിൽ വിജയിച്ചവർ. കാലത്തിന് മുൻപേ നടന്നവരാണ്. മാറ്റം മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചവരാണ്